ഈ പറഞ്ഞ ഐറ്റംസ് ഒക്കെ അൺലിമിറ്റഡ് ആണോ? അൺലിമിറ്റഡ് ആണ്. എല്ലാ അടിപൊളി. ഫസ്റ്റ് ടൈം ആണ് ഇങ്ങോട്ട് വരുന്നത്. ആദ്യമായിട്ട് വരണേ. ഓഹോ ബീച്ച് കുറെ നാളെ വരണം പ്ലാനിലുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നോമ്പ് തുറക്കുണ്ടെന്ന് കേട്ടപ്പോഴാണ് ഇങ്ങോട്ട് വരാന്നുള്ളൊരു പ്ലാൻ ഉണ്ടായത്. ഒരു അടിപൊളി ആംബിയൻസ് ആണ്. ലൈക്ക് ബീച്ച് കണ്ട് ഫുഡ് കഴിക്കാന്നുള്ളത് എന്തെങ്കിലുമൊക്കെ ഇളം കാറ്റും. അതെ അതെ. ബീഫ് കഴിച്ചു കഴിക്കി. അതന്നെ ഗുഡ് ഗേൾ. ബീച്ചിൽ പോയി സൂര്യാസ്തമയം കണ്ട് ആ ഇളം കാറ്റും കൊണ്ട് നോമ്പ് തുറക്കാനായിട്ട് ഒരു പ്രത്യേക വൈബാണല്ലേ. കഴിഞ്ഞ കൊല്ലത്തെ നോമ്പിന് കോഴിക്കോട്ടുകാർ ബീച്ചിൽ പോയി നോമ്പ് തുറക്കണം കണ്ടിട്ട് അന്ന് തൊട്ട് ഫാമിലി ആയിട്ട് ബീച്ചിൽ പോയി നോമ്പ് തുറക്കണം വിചാരിക്കാണ് ഞാൻ. പക്ഷെ അതാകുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് എല്ലാം റെഡിയാക്കി കൊണ്ടുപോയി അവിടെ പോയിരുന്ന് കഴിച്ചാൽ വേസ്റ്റ് ഒക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം പോരാനായിട്ട്. എന്നാൽ ഈ നോമ്പർക്ക് അങ്ങനത്തെ ഒരു റിസ്ക് എഫിഷ്യൻസി ഇല്ല. നമ്മൾ കയ്യും കഴുകി പോയിരുന്ന് ബാങ്ക് കൊടുക്കുമ്പോൾ നോമ്പ് തുറന്നാൽ മതി. നമ്മുടെ കടൽ തീരത്തൊരു നോമ്പ് തുറന്ന നോമ്പുറലത്തെ ഐറ്റംസ് ഒന്ന് പറയാം. നമ്മൾ ഓൾറെഡി നോമ്പ് തുറക്കാൻ വേണ്ടി ഫസ്റ്റ് കൊടുക്കുന്നത് ഈത്തപ്പഴം, സാധാ തണുത്ത വെള്ളം കൊടുക്കും. പിന്നെ ഏതിലൊരു ടൈപ്പ് ജ്യൂസ്, കട്ട് ഫ്രൂട്ട്സ് ആയിട്ട് തണ്ണിമത്തൻ ഉണ്ടാവും, ഓറഞ്ച് ഉണ്ട്, ഗ്രേപ്സ് ഉണ്ട്. പിന്നെ സ്നാക്സ് ആയിട്ട് ബീഫിന്റെ അല്ലെങ്കിൽ ചിക്കന്റെ കട്ട്ലേറ്റ്, പിന്നെ ഒരു വെജ് സമൂസ. ഇതാണ് നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടി ഫസ്റ്റ് കൊടുക്കുന്നത്. പിന്നെ അതിനുശേഷം നമുക്ക് നിസ്കാരം ഉണ്ട്. അത് ഓപ്പൺ എയർ കട്ട്ലറ്റും സമൂസയും എല്ലാ സാധനവും അടിപൊളിയാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഓപ്പൺ എയറിൽ നിസ്കാരം വേണമെങ്കിൽ നമ്മളിവിടെ ഓപ്പൺ എയറിൽ നിസ്കാരം നമ്മൾ കാർപ്പറ്റ് ഇട്ട് നമ്മൾ ചെയ്ത് കൊടുക്കും. ബീച്ചിൽ നമ്മൾ ഓൾറെഡി ലൈറ്റിങ്ങിന്റെ അത് തീർച്ചയായും ഇവിടെ നമ്മൾ കാർപ്പറ്റ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതിൽ നിസ്കാരം ചെയ്യുന്നുണ്ട്. അല്ല ഇന്നതല്ല, ലേഡീസിന് വേണമെങ്കിൽ പന്തലുണ്ട്, 2000 സ്ക്വയർ ഫീറ്റ് പന്തൽ ബാക്കിലുണ്ട്. ആ പന്തലിൽ നമ്മൾ നിസ്കാരം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നമുക്ക് മെയിൻ കോഴ്സിൽ പത്തിരി, അതുപോലെ പാലപ്പം, ഏതെങ്കിലും ടൈപ്പ് റൈസ്, ഗീ റൈസ് ആണ് മിക്ക ദിവസം പറയാറ്, ഗീ റൈസ് ഉണ്ടാവും. പിന്നെ ചിക്കൻ്റെ ഒരു കറി, ബീഫിൻ്റെ കൊണ്ടാട്ടം, ഗോബി മഞ്ചൂരിയൻ അല്ലെങ്കിൽ കുറുമ, പിന്നെ ചായ. ഈ പറഞ്ഞ ഐറ്റംസ് ഒക്കെ അൺലിമിറ്റഡ് ആണോ? അൺലിമിറ്റഡ് ആണ്. നമ്മളിപ്പോൾ നിങ്ങൾക്ക് കണ്ടില്ല, നമ്മൾ ഓൾറെഡി ജ്യൂസ് കാര്യങ്ങളൊക്കെ നോമ്പ് തുറക്കുന്ന സമയത്തായാലും സ്നാക്സ് ഒക്കെ രണ്ടാം ചോദിക്കാറില്ലായിരുന്നു. ചോദിച്ചാൽ കൊടുക്കുന്ന ഓൾറെഡി ഇവിടെ ഉണ്ട്. പിന്നെ മെയിൻ കോഴ്സ് ഓൾറെഡി ബൊഫേ ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്നത്. അതിന്റെ പേരിൽ അൺലിമിറ്റഡ് ആയിട്ട് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ ചിക്കൻ്റെ എന്തായിട്ടാലും ബീഫിന്റെ എന്ത് ഐറ്റം കൊടുക്കാം, ചിക്കൻ്റെ എന്ത് ഐറ്റം കൊടുക്കാൻ കുഴപ്പമില്ല. ചിലർ പറയും ബീഫ് റോസ്റ്റ് വേണം, ചിക്കൻ ലാവിഷാണ്. 299 മുതലാക്കാൻ പറ്റും. അങ്ങനെ അവിടെ കൂട്ടിയിട്ടുണ്ടായിരുന്ന എല്ലാവരും ഒപ്പം നമ്മളും ഈന്തപ്പഴം കഴിച്ച് നോമ്പ് തുറന്ന് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ജ്യൂസ് മിൽക്കല്ല പോയത്. ആ തണുത്ത വെള്ളം കുടിക്കുകയാണ് ചെയ്തത്. ആ വെള്ളം കുടിക്കാൻ ഒരു വല്ലാത്തൊരു ആശ്വാസമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജ്യൂസും കുടിച്ച് ആ ബീച്ചിലെ ഇളം കാറ്റ് കൊണ്ടിരുന്നങ്ങാറ്റ് അതിന്റെ കൂടെ ഉണ്ടായിരുന്ന ബീഫിന്റെ കട്ട്ലറ്റും വെജ് സമൂസയും ഫ്രൂട്ട്സും ഒക്കെ കഴിച്ചിരിക്കാനായിട്ട് ഒരു പ്രത്യേക വൈബ് തന്നെ ആയിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നിസ്കാരത്തിന് ശേഷം നമ്മുടെ മെയിൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് അവിടെ സെർവ് ചെയ്യണ മെയിൻ കോഴ്സിലെ എല്ലാ ഐറ്റംസും അൺലിമിറ്റഡ് ആണ്. എല്ലാവരും എൻജോയ് ചെയ്തു. ആംബിയൻസ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നമ്മളൊരു ഭക്ഷണം കഴിക്കുക, നോമ്പ് തുറക്കാൻ പോകാന്നുള്ള കൺസെപ്റ്റായിരുന്നു. പക്ഷേ ഈ ഒരു ആംബിയൻസ്, ഈ ഒരു കാറ്റ് എല്ലാവരും കൂടി ഇരുന്നപ്പോൾ വളരെ സന്തോഷം. കുറേ നാൾക്ക് ശേഷം നമുക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് അല്ലേ. ഫുഡിൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടത് ബീഫ് നന്നായിട്ടുണ്ട്. ആ ഒരു ബീഫിൻ്റെ തനതായ ഒരു രുചി നമുക്ക് കിട്ടി. റൈസും എല്ലാം, ഫ്രൂട്ട്സ് എല്ലാം കൊള്ളാം. ഹാപ്പിയാണ്. താങ്ക് യു. ഫുഡ് അടിപൊളിയായിരുന്നു. എല്ലാം അടിപൊളി. ഫസ്റ്റ് ടൈം ആണ് ഇങ്ങോട്ട് വരുന്നത്. ആദ്യമായിട്ട് വരണേ. ഓഹോ ബീച്ച് കുറെ നാളെ വരണം പ്ലാനിലുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നോമ്പ് തുറക്കുണ്ടെന്ന് കേട്ടപ്പോഴാണ് ഇങ്ങോട്ട് വരാന്നുള്ളൊരു പ്ലാൻ ഉണ്ടായത്. ഒരു അടിപൊളി ആംബിയൻസ് ആണ്. ലൈക്ക് ബീച്ച് കണ്ട് ഫുഡ് കഴിക്കാന്നുള്ളത് എന്തെങ്കിലുമൊക്കെ ഇളം കാറ്റും. അതെ അതെ. ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡും കൊള്ളാം. അടിപൊളി ഫുഡാണ്. എല്ലാവരും വരണം. ഞാൻ ആദ്യം ഒരു സാമ്പിളായിട്ട് ഉമ്മാടേന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയും ബീഫും കൂടിയാണ് കഴിച്ചു നോക്കി. സംഭവം എനിക്ക് ഇഷ്ടമായി കണ്ടപ്പോൾ നേരെ പോയി ഒരു പ്ലേറ്റ് അങ്ങോട്ട് എടുത്ത്. എന്നിട്ട് അതിൽ 2 പത്തിരിയും 2 പാലപ്പവും കുറച്ച് ഗീ റൈസും ചിക്കൻ റോസ്റ്റും ബീഫ് കൊണ്ടോട്ടവും വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നമ്മളെ പണി അങ്ങോട്ട് തുടങ്ങി. ഇനിയിപ്പോൾ വെജിറ്റേറിയൻകാർക്ക് ചില്ലി ഗോപിയോ ഗോബി മഞ്ചൂരിയനോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിലേതെങ്കിലുമൊക്കെ മാറി ഉണ്ടാവും. പിന്നെ പിക്കിളും സാലഡൊക്കെ ഉണ്ടാവും. എന്തായാലും ഞാൻ ആദ്യം തന്നെ അപ്പവും ചിക്കൻ കറിയാണ് കഴിച്ചു നോക്കിയത്. അത് ഡീസൻ്റ് ആയിരുന്നു. അതിനുശേഷം ആ ബീഫ് കൊണ്ടാട്ടത്തിന് ഒരു പീസും കൂടി കൂട്ടിയിട്ട് ഗീ റൈസ് കഴിച്ചു നോക്കി. ആ ബീഫ് കൊണ്ടാട്ടം വേറെ ലെവലായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവർ പറഞ്ഞ പോലെ തന്നെ റൈസും ചിക്കൻ കറിയും ബീഫും കൊള്ളാം. അപ്പം നിങ്ങൾക്കും ഇതുപോലെ ബീച്ചിൽ പോയിട്ട് ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നോമ്പ് തുറക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. അവരെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട് ചെന്നാൽ മതി. ബാക്കി ഫുൾ അവർ നോക്കിക്കോളും. അപ്പോൾ ഈ സ്പോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്നേഹതീരം ബീച്ച് കഴിഞ്ഞിട്ടുള്ള ഓഹോ ബീച്ചാണ്.